പക്ഷേ അതിനകത്താണ് വായു സഞ്ചാരം പോലും ഇല്ല. അതിൽ ആ കുഞ്ഞുങ്ങൾ ചൂടെടുത്ത് ആ കുഞ്ഞ് അതിനകത്തൊരു കുഞ്ഞ് ശ്വാസം മുട്ടി ഇപ്പം അതിനകത്ത് ഓക്സിജൻ കൊടുത്ത് അതിനെ ഇരുത്തിയേക്കുവാണ്. ഇപ്പം കറണ്ട് പോലും ഇല്ല. ഒരു 1.5 മാസം പ്രായമുള്ള കുഞ്ഞാണ് അത്. ഇപ്പം ഡോക്ടർ കുറച്ച് മുമ്പ് വന്ന് പറഞ്ഞപ്പോൾ നോക്കി ആ റൂം ഒരു ആകെപ്പാടെ കുറച്ചേ ഉള്ളൂ. അതിനകത്തൊന്ന് കിടന്ന് നന്നായിട്ടൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല. ഇപ്പം ചൂടെടുക്കും, അതിനകത്ത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. എല്ലാവരും ഒന്നുകൊണ്ട് വെളിയിലിറങ്ങി നിൽക്കുക. അവിടെയുള്ള രോഗികളുടെ കുട്ടിപ്പായിട്ട് വന്നിട്ടുള്ള ആളുകളുടെയൊക്കെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. ചേച്ചി, അവർ പറഞ്ഞതുപോലെ തന്നെയാണ് 1.5 മാസം പ്രായം മാത്രമുള്ള കുഞ്ഞ്, ആ കുഞ്ഞിന് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ തീരെ കുഞ്ഞുങ്ങളുടെ ആശുപത്രിയാണത്. ഈ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ മന്ത്രി തലത്തിൽ തന്നെ ഇടപെടുകയും നമ്മുടെ PWD മിനിസ്റ്ററും അതുപോലെ തന്നെ വൈദ്യുതി മന്ത്രിയെയും മന്ത്രി ലെവലിൽ വിളിച്ചറിയിക്കുകയും നമ്മളിവിടെ എത്തുകയും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ സേഫ്റ്റി ആദ്യം എൻഷുർ ചെയ്തിട്ടുണ്ട്. പേഷ്യന്റ് എല്ലാവരും സുരക്ഷിതരാണ്, കുട്ടികൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ കാഷ്വാലിറ്റിയിലും തന്നെ പേഷ്യൻസ് വന്ന ഉടനെ തന്നെ നമ്മൾ ICUലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പൊ 2 മണിക്കൂറായിട്ടുള്ള പ്രശ്നമേ ഉള്ളൂ. അത് വന്നിട്ട് ഇന്ന് അവര് KSEB റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു മെയിൻ്റനൻസ് വർക്കാണ്. ആ മെയിൻ്റനൻസ് വർക്ക് RM യൂണിറ്റിന്റെ മെയിൻ്റനൻസ് വർക്കാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നേരത്തെ സൂപ്രണ്ടിന്റെ ഒക്കെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ആർക്കും ഒരു പ്രശ്നവുമില്ല, എല്ലാവരും സുരക്ഷിതരാണെന്ന് പറയുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് ശ്വാസം മുട്ടലുണ്ടായി എന്ന് വന്നു പറഞ്ഞത് അവിടെ കൂടെ ഇരിക്കുന്ന അമ്മമാരുടെയൊക്കെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. അവിടെ വലിയ പ്രതിഷേധത്തിലേക്ക് രോഗികൾ തന്നെ നേരിട്ടിറങ്ങി പ്രതിഷേധിക്കുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ SIT ആശുപത്രിയിൽ ഇന്ന് കാണുന്നത്. തലസ്ഥാനത്തെ സാധാരണക്കാരുൾപ്പെടെ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ. കൂടെ പാല് കൊടുത്തിട്ട് പൊടി മക്കൾ അവിടെയാണ് കിടക്കണ. വെട്ടം പോലും ഇല്ല മക്കൾക്ക്. നിങ്ങൾ അവിടെ ചെന്ന് കാണും, ഇവിടെ കാണാൻ കാഴ്ച ഒന്നുമില്ല. ഇവിടെ കിടന്ന് അലക്കാനേ നിങ്ങൾ അതാണ് കാണുന്നുള്ളത്. ഇല്ല പറഞ്ഞില്ലായിരുന്നു. കാര്യം ഞങ്ങൾ പുറത്തോട്ട് വിടുക പോലും ഇവർ ചെയ്യത്തില്ല. 3 മണിക്കൂറോളായി എന്നിട്ട് പോലും അവർ ഒന്നും പറയുന്നത് പോലും ഇല്ല. എന്നിട്ട് ഇപ്പോ എന്റെ ചേച്ചിനെ കാണാനായിട്ട് ഞാൻ അവിടെ കയറി പോയപ്പോഴത്തേക്കും നമ്മളെ കയറ്റി വിടുന്നില്ല അവര്. ഇതൊക്കെ എവിടുത്തെ നിയമമാണ്? കാര്യം ചേച്ചി വാർഡിലും കുഞ്ഞ് ICUലാണ് കിടക്കുന്നത്, ഞാനും എന്റെ അനിയത്തിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ തന്നെ ഇല്ലേ? അതൊക്കെ അവര് സമാധാനം പറയണം. ICU ഞങ്ങളെ കേറ്റത്തില്ല, കുഞ്ഞിന്റെ അമ്മേനെ അല്ലാതെ കേറ്റത്തില്ല. കാര്യം കുഞ്ഞ് മാസം തികയാതാണ് പ്രസവിച്ചു തന്നെ. നമുക്ക് ആ കുഞ്ഞിന് കിട്ടത്തില്ലെന്ന് തന്നെയാണ് അവർ പറഞ്ഞത് തന്നെ. ഏതൊരു ഭാഗത്ത് നമുക്ക് ആ കുഞ്ഞിനെ കിട്ടി. അത് ഞങ്ങൾ പോയി കണ്ടായിരുന്നു ചേച്ചീനെ. ICU എന്താണ് അത് അറിയത്തില്ല. കാര്യം ഞങ്ങളെ കയറ്റി വിട്ടെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. അവിടെ വേറെ ആരും കയറ്റി വിടുന്നില്ല. ഇതെന്തായാലും 3 മണിക്കൂറോളം കൂടുതലായി. ഫസ്റ്റ് ടൈം ഇത് വന്നും പോയാണ് നിന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് വരുമെന്നാണ് വിചാരിച്ചത്. അതെ പിന്നെ ആയപ്പോഴത്തേക്കിന് വന്നിട്ടതേ ഇല്ല. പിന്നെ കുട്ടികൾ കരച്ചിൽ തുടങ്ങി. പിന്നെ ഇവിടെ ലേബർ റൂം ഉണ്ട്, ഇവരാരൊന്നും പറയുന്നത് പോലും ഇല്ല. അവരിപ്പോ വരും എന്നുള്ളത് വേറൊന്നും പറയുന്നില്ല. അവർ സംസാരിച്ചതുപോലെ തന്നെയാണ്. എല്ലാം ശരിയായി മന്ത്രി ഇടപെട്ടിട്ടുണ്ട്, മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്, വൈദ്യുതി മന്ത്രി ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള സർക്കുലറുകളും ഉത്തരവുകളും പ്രതികരണങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അവിടെ വൈദ്യുതി ബന്ധം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. വൈദ്യുതി ലഭ്യമായി തുടങ്ങിയിട്ടില്ല. രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു. സ്ത്രീകൾ പ്രസവിച്ച് ഇറങ്ങിയ തീരെ കുഞ്ഞുങ്ങളുള്ള ആളുകളുണ്ട്, പ്രസവ മുറിയിലുള്ള ആളുകളുണ്ട്. അവരൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ ആശങ്ക പങ്കുവയ്ക്കുകയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെയും. ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇത് എപ്പോൾ ശരിയാക്കുമെന്നുള്ളതാണ്. 3 മണിക്കൂർ ഒരു ആശുപത്രിയിൽ വൈദ്യുതി പൂർണ്ണമായും നിശ്ചലമാകുമ്പോൾ, നിലച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ദുരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ലോകത്തിന് മുന്നിൽ ഒന്നാമതെന്ന് വാഴ്ത്തിപ്പാടുന്ന കേരളത്തിന്റെ ആരോഗ്യരംഗത്താണ് ഈ കാഴ്ച നമ്മൾ കാണുന്നത്. 3 മണിക്കൂറായി. പുതിയ ജനറേറ്റർ കൊണ്ടുവച്ചതിന്റെ സാങ്കേതിക തടസ്സം എന്നൊക്കെ പറയുന്നു. ഒരാശുപത്രിയിൽ ഒരു ജനറേറ്റർ മാറ്റുമ്പോഴൊക്കെ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ ഇതാണോ എന്നൊക്കെ ചോദിച്ചു പോവുകയാണ്. രാഹുൽ ജീനാഥുണ്ട്. രാഹുൽ, അവിടെയുള്ള ആളുകളുടെ പ്രതിഷേധമല്ലത് രോഷമാണ്, അതിവൈകാരികമൊക്കെ ആയിട്ടാണ് അവരൊക്കെ സംസാരിക്കുന്നത്. എപ്പോൾ ശരിയാകും? പക്ഷേ ആ ഒരു ചോദ്യം തന്നെയാണ് ഇവർ മണിക്കൂറുകളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പരിഹരിക്കുന്നത് തന്നെയാണ് അധികൃതർ വീണ്ടും പറയുന്നത്. കാരണം സാങ്കേതികമായ ഒരുപാട് കാര്യങ്ങൾ നിരത്തുമ്പോൾ അത് അവർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പാവങ്ങൾ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. അവിടെ ആശ്രയത്തിനെത്തിയവരാണ്, ആരോഗ്യം സംരക്ഷിക്കാൻ എത്തിയവരാണ്. അവരോടാണ് നിങ്ങൾ കാത്തിരിക്കൂ എന്ന് 2 മണിക്കൂറിലധികമായി പറയുന്നത്. അത് അവർക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചത് ICU ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ കറണ്ടുണ്ട്, അവിടെ എല്ലാവരും സുരക്ഷിതരാണെന്ന് പറയുമ്പോൾ ഈ നിൽക്കുന്ന കൂട്ടിരിപ്പുകാർ പറയുന്നത് മറ്റൊരു കാര്യമാണ്. കാരണം ICUലുള്ളവരെ അവർക്ക് ചെന്ന് കാണാൻ ഇവർ അനുവദിക്കുന്നില്ല, കയറ്റിവിടുന്നില്ല എന്നുള്ളത് ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അതിൻ്റെ എമർജൻസി ലൈറ്റെല്ലാം എത്തിയിട്ടുണ്ട്. 10-15 മിനിറ്റിനുള്ളിൽ 20 മിനിറ്റിനുള്ളിൽ പുനഃസ്ഥാപിക്കും. വീഴ്ചയെ നമുക്ക് പരിശോധിക്കാം. നമുക്കിപ്പോൾ ആവശ്യം കൊച്ചു കുട്ടികളുടെ ആശുപത്രിയാണ്. എന്നെ പ്രസവിച്ച ആശുപത്രി ഇതാണ്. എൻ്റെ മക്കളെ കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ മകൾ ഇവിടെ പ്രസവം. ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ആ വീഴ്ച തന്നെയാണ്. നമുക്കിപ്പോൾ ആവശ്യം കുട്ടികളുള്ള ആശുപത്രി അല്ല, പകരം ജനറേറ്റർ 2 ഉണ്ടായിരുന്നു. ആ 2 മണിക്കൂർ വർക്ക് ചെയ്തു. എന്താണ് നോക്കിയിട്ട് പുതിയ എമർജൻസി ഇതൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ആരോഗ്യവകുപ്പുമായി സംസാരിച്ച് നമുക്ക് ഇനി ഇപ്പോൾ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്ന് അത് വളരെ ഗൗരവമായി സർക്കാർ കാണേണ്ടതാണ്. ഡെപ്യൂട്ടി മേയർ രാഹുൽ, അദ്ദേഹം പറയുന്നത് ഞാൻ ജനിച്ച ആശുപത്രിയാണ്, എൻ്റെ വീട്ടിലുള്ള ആളുകൾ ഇവിടെ പ്രസവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അതൊക്കെ പറയേണ്ടുന്ന നേരമാണോ എന്നുള്ളതാണ്. ആളുകൾ ഇത്രയും അതിവൈകാരികമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇനിയും 20 മിനിറ്റ് എന്ന് പറയുന്ന ഒരു മിനിറ്റ് പോലും പ്രതികരണം പെണ്ണുങ്ങളെല്ലാം കൊടുക്കാറുണ്ടായിരുന്നു. അത് വെളിയിൽ നിൽക്കുന്ന ആണുങ്ങളെല്ലാം ഞങ്ങൾ സ്ത്രീകളെ ഇടപെടും. ഇനി ഇത്രയും നേരം ഇടപെട്ട കണക്കല്ല. 10:30 വരെ അരമണിക്കൂർ ഈ സാറ് 20 മിനിറ്റ് ഞങ്ങൾ അരമണിക്കൂർ ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ 10:30ക്ക് കറണ്ട് വന്നില്ലെങ്കിൽ ഇതല്ല സംഭവിക്കണത്. ഇവിടെ നോക്കോളെ, നിങ്ങൾ പോണ്ട, വെളിയിൽ നിന്നോളെ, പിടിക്കാം. വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെയാണ് അവിടെയുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. കുറെ നേരമായി അവർ പരാതി പറഞ്ഞു. അടുത്ത ആളുകളാണ്, രോഗികളാണ്, കൂടെ വന്നവരാണ്. അവരുടെ മകളോ സഹോദരിയോ ഒക്കെ ആശുപത്രിയിലുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ആശുപത്രിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രതികരണവും ആ തരത്തിലൊക്കെ ആയി പോകുന്നത്. രാഹുൽ കേൾക്കാമെങ്കിൽ ഈ മേയറുടെ പ്രതികരണമൊക്കെ കേൾക്കുമ്പോൾ അതിശയം തോന്നുകയാണ്. അദ്ദേഹം ജനിച്ച ആശുപത്രിയാണെന്നൊക്കെ പറഞ്ഞ് ആ തരത്തിലുള്ള ഒരു വിവരണമൊക്കെ നടത്തുന്നത് സമയമാണോ എന്നുള്ളതാണ്. എപ്പോൾ വരും? ഇനിയും 15 മിനിറ്റ് 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ അത് അപ്പോൾ തന്നെ പൂർവ്വസ്ഥിതിയിലേക്കാകുമോ? അതാണ് പ്രശ്നമുണ്ടായി, അത് പരിഹരിക്കാൻ ഇത്രമാത്രം സമയമെടുക്കും എന്നവർക്ക് അറിയാമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത്തിരി പ്രശ്നം മുന്നിലുണ്ടെന്ന് അറിയാമായിരുന്നു, അത് പരിഹരിക്കാനുള്ളൊരു ഒരു സഹായ സംവിധാനം പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡെപ്യൂട്ടി മേയർ പറഞ്ഞതാണ് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അത് വീഴ്ച തന്നെയാണ്, അതിന് മറുഭാഷ്യങ്ങളില്ല, എങ്കിലും നിലവിൽ പരിഹരിക്കപ്പെടണമെന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോഴും രോഗികൾ ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് വിശ്വസിച്ച് ഇനി ഇവിടെ വരും, ഈ സാഹചര്യം ഉണ്ടാകുമെന്ന് ആരും അറിയിച്ചില്ലല്ലോ. ഇനി അറിയിച്ചപ്പോൾ തന്നെ ഇത്തരത്തിലൊരു അഭ്യർത്ഥനയായി വൈദ്യുതി ആവശ്യം അറിയിച്ചപ്പോൾ അത് 2.5 മണിക്കൂറിന് ഇപ്പുറത്തേക്ക് പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തുമെന്ന് അവർ ചിന്തിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇത്